വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ ടേസ്റ്റുള്ളൊരു കേക്കാണ്. ഒരു സ്പൈസി കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിങ്ങനെ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സേമിയ കുറച്ച് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് സേമിയ തമ്മ് ഒട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ആ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അര കപ്പ് സേമിയ ഇട്ട് കൊടുക്കുക. വലിയ സേമിയാണെങ്കിൽ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ചെറുതാണെങ്കിൽ അച്ചയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അത് നല്ലോണം തിളച്ച് വെന്തതിന് ശേഷം ഇതുപോലെ കൊഴിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് വാങ്ങി ഇതൊന്ന് ഊറ്റി വെക്കണം. വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ആ ചട്ടി തന്നെയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് മുറിച്ച ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളകും പൊടി പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിരിക്കണേ. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 3 സാധനം അതിൽ പുരട്ടിയിട്ടുള്ളൂ. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രം കേട്ടോ. ഇനി നല്ലോണം ചട്ടിയിലിട്ട് നല്ലോണം നെരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമുക്ക് തീ ആദ്യം കുറച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് കൂട്ടി കൊടുത്ത് നല്ലോണം നെരിച്ചെടുക്കുക. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് മുറിച്ച് കൊടുക്കുക. അപ്പോൾ മുറിയണതാകുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ചെറിയ സവോള കൊത്തി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും 2-4 ഇല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ 3 സാധനമുള്ളൂ: സവോളയും മല്ലിച്ചപ്പും വെളുത്തുള്ളി കേട്ടോ. ഇനി അതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് വയന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് 1/2 സ്പൂണ് മുളകും പൊടി, അതേപോലെ തന്നെ ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാലയും, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഈ 4 സാധനം അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കതിൻ്റെ പച്ചമണം ഒന്ന് പോണ രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ആ മസാലയൊക്കെ അതിലേക്ക് ചേർന്ന് അതിൻ്റെ പച്ചമണമൊക്കെ പോകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ചൂടാറാനും വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. ഇനി നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ചെറിയ കോഴിമുട്ട ആണെങ്കിൽ ഒരു 4 വേണ്ടി വരും. നമ്മൾ ഒരു 3 കോഴിമുട്ടൻ്റെ കണക്കിനനുസരിച്ചാണ് സേമിയനും അതുപോലെ തന്നെ ഇറച്ചി മസാലയൊക്കെ എടുത്തുക്കണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ 3 കോഴിമുട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോഴിമുട്ടയിലും അതേപോലെ തന്നെ ചിക്കനിലും സേമിയയിലും ഒക്കെ ഉപ്പ് ചേർത്തുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാല് ചേർത്തിട്ട് നമുക്ക് മുട്ടടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാകും നമ്മുടെ കേക്കിന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാലില്ലെങ്കിൽ പാൽപ്പൊടി നല്ലോണം വെള്ളത്തിൽ കലക്കിയിടായി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതുപോലെ നല്ലോണം മിക്സായി വരുമ്പോൾ നമുക്ക് കുറച്ച് ചൂടാറാൻ വേണ്ടി നമ്മൾ മസാല മാറ്റി വെച്ചില്ലേ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് ഊറ്റി വെച്ച സേമിയനും അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചെറിയ മുട്ടയാണ് അല്ലെങ്കിൽ വലിയ മുട്ട, നമ്മൾ മുട്ടൻ്റെ കണക്ക് അറിയില്ലെങ്കിൽ ഈ സേമിയനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കുമ്പോൾ ആ മുട്ടയിൽ ആ സേമിയനും മസാലയൊക്കെ ഒന്ന് ചേർന്നതിന് ശേഷം നല്ലതുപോലെ മുട്ട നമുക്കൊരു ബാലൻസ് ആയിട്ട് മുകളിൽ ഇങ്ങനെ കുറച്ച് കിടക്കും. അങ്ങനെയാണ് നമുക്ക് ഇതേപോലെ കിട്ടണം. അപ്പം നമുക്ക് മുട്ട കണക്കായി മനസ്സിലാക്കുക. ഇതുപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു മുട്ടയും കൂടി ഇതിലേക്ക് കുത്തി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിങ്ങനെ അതൊരു 5 മിനിറ്റ് നമ്മൾ ചൂടാക്കി ഇട്ടിക്കണം. ഒരു വാൻഡിലാണ് നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്നത്. ഒരു വാൻഡിലേക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കനലാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ അടിയിൽ വേറൊരു പാത്രം, ഒരു അലുമിനിയത്തിൻ്റെ പഴയൊരു പാത്രം വെച്ചതിന് ശേഷം അത് അതിൻ്റെ മുകളിൽ വെക്കുക നല്ലത്. ഇത് കുറച്ച് കനലുള്ള പാത്രമായിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് മൂടിന് ശേഷം ഒരു 1/2 മണിക്കൂർ നല്ലോണം മൂടി നമുക്ക് വേവിച്ചെടുക്കണം. അത് ചെറിയ തീ തന്നെ നമുക്ക് വേവിച്ചെടുക്കുക. അപ്പോൾ കനത്തിന് വേണ്ടി ഇതേപോലെ അമ്മീൻ്റെ കുട്ടിയോ അല്ലെങ്കിൽ ഒരു വെള്ളൊരു പാത്രത്തിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം കുക്കായിക്കണേ. അതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഒരു ഈർക്കിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു പപ്പടക്കോല് വെച്ച് കുത്തി കൊടുക്കുകയാണെങ്കിൽ അതിമാകൂല. അതാണ് നമ്മളെ വേവിൻ്റെ കണക്ക് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ചൂടാറിന് ശേഷം ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കമത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കമത്തി കൊടുത്തിക്കണം. അപ്പോൾ വാനിലേക്ക് നല്ലോണം ഒന്ന് വാടിക്കണേ. അപ്പോൾ തന്നെ നമ്മൾ കേക്ക് നല്ലോണം കുക്കായി മനസ്സിലാക്കണം കേട്ടോ. ഇനി നമുക്കിത് വാനിലൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ 2 ലെയറായിട്ട് വാനില വെക്കാൻ കാരണം ഒരു ലെയർ വെച്ചപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് വാനില ആകാത്തോണ്ട് ഒരു ലെയറും കൂടി വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് മുറിച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈഡൊക്കെ നല്ലോണം വെന്തിക്കണം, നല്ല സോഫ്റ്റായി കിട്ടിക്കണേ. മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലോണം സോഫ്റ്റ് ആയിക്കണം. അതുകൊണ്ട് നമുക്ക് ചട്ടം കൊണ്ട് പെട്ടെന്ന് മുറിക്കാൻ കഴിയുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമ്മളെപ്പോഴും മധുരമുള്ള കേക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്പൈസി ആയിട്ടുള്ള കേക്ക് കഴിക്കാനാണെങ്കിൽ പറ്റിയൊരു കേക്കാണ്.
അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടും ടേസ്റ്റ് ആയിട്ട് റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നത് കേട്ടോ.